KSRTC bus is going. Then lake is not right time to see this with sunlight. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നും നമ്മൾ ഒരു ട്രക്കിങ്ങിൻ്റെ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം, കുറച്ച് ഹൈറ്റുള്ള മലയാണ്. നമ്മൾ വേറെ എവിടെയുമില്ല, ഗുഡിബന്ധെ ഫോർട്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 2 hourൻ്റെ അടുത്ത് ജേർണി ഉണ്ട് ഗുഡിബന്ധെ ഫോർട്ടിലേക്ക് എത്താൻ. നന്ദി ഹിൽസൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ചെറിയൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഏതാണ്ട് ഒരു 1000-ൻ്റെ അടുത്ത് സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമുക്ക് ഈ ഫോർട്ടിൻ്റെ മുകളിൽ എത്തിച്ചേരാൻ. ഇപ്പോൾ കാണുന്നത് പോലെ സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്സ് ഉണ്ട്, പക്ഷേ 2 സൈഡിലും കുറച്ച് പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്ന കാരണം കൊണ്ട് അത്ര നല്ലൊരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടല്ല. ഈവനിങ് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്ക് നമ്മളിതിൻ്റെ മേലെ എത്തുന്നത് പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം മേലെ ഇരുന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റും. I am going great. Center also is there. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു ഫോർട്ടാണ് ആക്ച്വലി. അപ്പോൾ എന്താ പറയുക, കുറച്ച് കവാടങ്ങളും പിന്നെ അതുപോലെ തന്നെ ചെറിയ ഗുഹകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ മേലെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഫോർട്ട് അവർ പണിത് ഉയർത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ഗുഡിബന്ധെ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവർ കാണിച്ചത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. അതായത് ഇവർ ഇങ്ങനെ ഫോർട്ട് പോലെ പണിതിട്ട് റെയിൻ വാട്ടർ കളക്ട് ചെയ്തിരുന്നു. 3 lakhs ലിറ്റർ വാട്ടർ കളക്ട് ചെയ്തിരുന്നു എന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫോർട്ടാണ് ഈ ഗുഡിബന്ധെ ഫോർട്ട്. അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ഒന്നുമല്ല, പക്ഷേ ഒരു 1 day ട്രക്കിംഗ് പോലെ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. അതുപോലെ ഗുഡിബന്ധെ ഫോർട്ട് ട്രക്കിങ്ങിനായിട്ട് വരുന്നവർക്ക് അതിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് വട്ടട ഹൊസഹള്ളി ലേക്ക്. അപ്പോൾ നിങ്ങൾ ഈ മേലെ നോക്കിയപ്പോൾ കണ്ട ലേക്ക്, അവിടെയും നമുക്ക് ഈവനിങ് പോയിരുന്നിട്ട് സ്പെൻഡ് ചെയ്യാവുന്ന നല്ലൊരു 1 day ട്രിപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ 2 പ്ലേസസും ഒരുപോലെ
കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ കടകളൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കടകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ വാഷ്റൂംസും ഇവിടെ അവൈലബിൾ അല്ല.